യുദ്ധം. ബുദ്ധിയും തന്ത്രവും സൈനിക കരുത്തും ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ഇന്ന് ആധുനിക യുദ്ധങ്ങളുടെ മുഖം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിലവിലെ യുദ്ധങ്ങൾ നടക്കുന്നത് അതിർത്തികളിലെ ട്രഞ്ചുകളിലല്ല, മറിച്ച് അത് നടക്കുന്നത് കിലോമീറ്ററുകൾക്കപ്പുറം നൂതന കമ്പ്യൂട്ടർ സ്ക്രീനുകളിലും കണ്ണെത്താത്ത ആകാശത്തുമാണ്. ഹൈപ്പർസോണിക് മിസൈലുകൾ, ഡ്രോൺ സ്വാമുകൾ, നിർമ്മിത ബുദ്ധി നിയന്ത്രിക്കുന്ന ആയുധങ്ങൾ. ശത്രു നിങ്ങളെ ലക്ഷ്യമിടുന്നത് നിമിഷങ്ങൾക്കുള്ളിലാകാം. ഒരു വശത്ത് പാകിസ്ഥാൻ, മറുവശത്ത് ചൈന. രണ്ട് ആണവ ശക്തികൾക്കിടയിൽ നിൽക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷ എന്നത് കേവലം ഒരു വാക്കല്ല, അതൊരു അതിജീവന പോരാട്ടമാണ്. 2025 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രധാനമായ ഒരു പ്രഖ്യാപനം നടത്തി. വരാനിരിക്കുന്ന ദശാബ്ദങ്ങളിൽ ഇന്ത്യയുടെ ആകാശത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ പോകുന്ന ഒരു പദ്ധതി, മിഷൻ സുദർശൻ ചക്ര. പുരാണങ്ങളിൽ മഹാവിഷ്ണുവിന്റെ വിരൽത്തുമ്പിലെ സുദർശന ചക്രം പോലെ ലക്ഷ്യം പിഴയ്ക്കാത്ത, ശത്രുവിനെ തകർത്ത് തിരികെ എത്തുന്ന അജയ്യമായ ശക്തി. ഇന്നത് പുരാണമല്ല, മറിച്ച് 140 കോടി ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കുന്ന ഇന്ത്യയുടെ ഒരു ഉരുക്ക് കവച പദ്ധതിയാണ്. വരൂ, നമുക്ക് സഞ്ചരിക്കാം ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രം മാറ്റിയെഴുതുന്ന ആ മഹാദൗത്യത്തിൻ്റെ ഉള്ളറകളിലേക്ക്. എന്താണ് യഥാർത്ഥത്തിൽ മിഷൻ സുദർശൻ ചക്ര? ലളിതമായി പറഞ്ഞാൽ ഇതൊരു മൾട്ടി ലെയേർഡ് എയർ ഡിഫൻസ് സിസ്റ്റമാണ്. പക്ഷേ സാധാരണ എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റങ്ങളിൽ നിന്ന് ഈ സംവിധാനം വളരെ വിഭിന്നമാണ്. ഇസ്രയേലിൻ്റെ അയൺ ഡോമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ സുദർശൻ ചക്ര അതിലും അനേകം മടങ്ങ് സങ്കീർണവും വിശാലവുമായ ഒന്നാണ്. ഇതൊരു ഒറ്റ ആയുധമല്ല. പലതരം റഡാറുകൾ, സാറ്റലൈറ്റുകൾ, ഇന്റർസെപ്റ്റർ മിസൈലുകൾ, ലേസർ ആയുധങ്ങൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളിച്ച് AI അഥവാ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ഏക ശൃംഖലയായി പ്രവർത്തിക്കുന്ന ഒരു ബഹുമുഖ സംവിധാനമാണ്. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശത്രുവിൻ്റെ ചിന്തകൾക്ക് മുൻപേ അത് പ്രവർത്തിക്കും. ആകാശത്ത് നിന്ന് വരുന്ന ഏത് ഭീഷണിയെയും, അത് ശബ്ദത്തേക്കാൾ വേഗത്തിൽ വരുന്ന ഹൈപ്പർസോണിക് മിസൈൽ ആയാലും നിശബ്ദമായി പറക്കുന്ന സ്റ്റെൽത്ത് ഡ്രോൺ ആയാലും സുദർശൻ ചക്ര കണ്ടെത്തി നശിപ്പിക്കും. നിലവിൽ നാം റഷ്യയുടെ S-400 സിസ്റ്റത്തെയാണ് വിദൂര വ്യോമ പ്രതിരോധത്തിനായി ആശ്രയിക്കുന്നത്. എന്നാൽ മിഷൻ സുദർശൻ ചക്രയിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഈ സംവിധാനങ്ങളുടെ ഒരു ആത്മനിർഭരതയാണ്. 2035 പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്ന ഈ പദ്ധതിയിൽ ഉപയോഗിക്കുന്നത് 100% തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളാണ്. സുദർശൻ ചക്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ തലച്ചോറാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ സിസ്റ്റത്തിന് ഒരേ സമയം 100 കണക്കിന് ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന്, ശത്രു രാജ്യം ഒരേ സമയം 50 മിസൈലുകളും 100 ഡ്രോണുകളും അയക്കുന്നു എന്ന് കരുതുക. മനുഷ്യസാധ്യമായ വേഗതയിൽ ഇതിനെ നേരിടുക അസാധ്യമാണ്. എന്നാൽ സുദർശൻ ചക്രയുടെ AI സിസ്റ്റം മൈക്രോ സെക്കൻഡുകൾക്കുള്ളിൽ ആദ്യ പ്രതികരണത്തിനുള്ള ഒരു തീരുമാനമെടുക്കുന്നു. തൽഫലമായി ഏത് മിസൈലിനെ ആദ്യം തകർക്കണം, ഏത് ആയുധം ഉപയോഗിക്കണം എന്നുള്ള നിർവഹണം ഉടനടി പൂർത്തിയാവുന്നു. ഇന്ത്യയുടെ ഭൂപ്രകൃതി വളരെ വ്യത്യസ്തമാണ്. ഒരു വശത്ത് തണുത്തുറഞ്ഞ സിയാച്ചിൻ, മറുവശത്ത് രാജസ്ഥാനിലെ മരുഭൂമി, താഴെ വിശാലമായ സമുദ്രം. ഈ എല്ലാ സാഹചര്യങ്ങളിലും ഒരേപോലെ പ്രവർത്തിക്കുന്ന ഒരു വ്യോമ പ്രതിരോധ കവചമാണ് സുദർശൻ ചക്ര. ലോകത്ത് മറ്റൊരു രാജ്യത്തിനും ഇത്രയും വൈവിധ്യമായ വെല്ലുവിളികളെ നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് നാം ഓർക്കണം. മിഷൻ സുദർശൻ ചക്ര കേവലം ഒരു പ്രതിരോധ കവചം മാത്രമല്ല, മറിച്ച് അതൊരു പ്രത്യാക്രമണ മുന്നറിയിപ്പ് സംവിധാനം കൂടിയാണ്. ശത്രുവിൻ്റെ മിസൈൽ നമ്മുടെ അതിർത്തി കടക്കുന്നതിന് മുൻപേ നമ്മുടെ തിരിച്ചടി അവരുടെ ലോഞ്ച് പാഡുകളിൽ എത്തുന്ന വിധമാണ് ഈ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം. തൽഫലമായി വൈരി ഭീഷണികൾക്കെതിരെ അതിദ്രുതം പ്രതികരിക്കാനുള്ള ഒരു എയർലി വാർണിംഗ് ഇത് സൈന്യത്തിന് നൽകുന്നു. ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ഭീഷണികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ ന്യൂക്ലിയർ ആയുധങ്ങൾക്കും പ്രധാന നഗരങ്ങൾക്കും ഡാമുകൾക്കും എന്തിനേറെ ഇന്ത്യൻ പാർലമെന്റിന് വരെ ഈ കവചം സുരക്ഷയൊരുക്കുന്നു. സമാധാനമായി ഉറങ്ങുന്ന ഓരോ ഇന്ത്യൻ പൗരനും ഈ രാജ്യം നൽകുന്ന ഉറപ്പാണിത്. ആകാശത്തു നിന്ന് ഒരു ഈച്ച പോലും അനുവാദമില്ലാതെ അവർക്കെതിരെ പറക്കില്ല. 2026 നാം നിൽക്കുമ്പോൾ ഈ പദ്ധതിയുടെ ആദ്യഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയായി കഴിഞ്ഞു. പ്രൊജക്ട് കുശയുടെ പരീക്ഷണങ്ങളും ലേസർ ആയുധങ്ങളുടെ വിന്യാസവും അതിവേഗത്തിൽ തന്നെ പുരോഗമിക്കുന്നു. 2035 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ ആകാശം ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ ഒരു ഇടമായി മാറും. ഇത് വെറുമൊരു മിലിറ്ററി പ്രൊജക്റ്റ് മാത്രമല്ല, ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും രാഷ്ട്രസ്നേഹത്തിൻ്റെയും വിജയകരമായ ഒരു കൂടിച്ചേരലാണ്. ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും രാപ്പകലില്ലാതെ ഇതിനായി പ്രവർത്തിക്കുന്നു. കാരണം അവർക്കറിയാം, അവർ നിർമ്മിക്കുന്നത് യന്ത്രങ്ങളെയല്ല, കരുത്തുറ്റ ഇന്ത്യയുടെ ഒരു അഭേദ്യ കവചത്തെയാണ് എന്ന്. മഹാഭാരത യുദ്ധത്തിൽ
ധർമ്മത്തെ സംരക്ഷിക്കാൻ സുദർശൻ ചക്രം എപ്രകാരമാണോ പ്രവർത്തിച്ചത്, അതുപോലെ 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയെ സംരക്ഷിക്കാൻ ഈ ആധുനിക സുദർശൻ ചക്രം സദാ ഉണർന്നിരിക്കും. ഇത് പുതിയ ഇന്ത്യയാണ്. ആർക്കും കീഴടങ്ങാത്ത, ആരെയും ഭയക്കാത്ത, സ്വയം സംരക്ഷിക്കാൻ പ്രാപ്തിയുള്ള ഒരു ഇന്ത്യ. ജയ് ഹിന്ദ്. ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യൻ. നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക.